ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധ അത്യാവശ്യമാണ്. അതിനാൽ ഗർഭകാലത്ത് കഴിക്കേണ്ട സൂപ്പർ ഫുഡുകളെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. കാൽസ്യം, പ്രോട്ടീൻ, ഫോസ്ഫറസ് എന്നിവ ലഭിക്കാൻ ഗർഭകാലത്ത് പാലും പാലുൽപ്പന്നങ്ങളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഒരു ദിവസം 400 മുതൽ 600 ml പാല് കുടിക്കാവുന്നതാണ്. പാലായോ പാലുൽപ്പന്നങ്ങളായ തൈരായോ മോരായോ അല്ലെങ്കിൽ പനീറായോ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ജീവനുള്ള മദേഴ്സിൽ പാട നീക്കിയ പാൽ ഉപയോഗിക്കാം. ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ള മദേഴ്സിൽ സോയ് മിൽക്കോ ബദാം മിൽക്കോ ഉപയോഗിക്കാവുന്നതാണ്. പാലെടുക്കാൻ മടിയുള്ളവർ അതിന് തത്തുല്യമായ മറ്റൊരു പ്രോട്ടീൻ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായി ശ്രദ്ധിക്കുക. രണ്ടാമത്തെ സൂപ്പർ ഫുഡാണ് മുട്ട. കുഞ്ഞുങ്ങളുടെ കോശങ്ങളുടെ വളർച്ചയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് മുട്ട. ഇതിൽ ധാരാളം അമിനോ ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. മുട്ടയിലെ കോളിൻ കുഞ്ഞുങ്ങളുടെ തലച്ചോറിൻ്റെ വളർച്ചയ്ക്കും ന്യൂറൽ ട്യൂബ്സിൻ്റെ ഡെവലപ്മെൻറ്റിനും ആവശ്യമാണ്. ഫുള്ളി കുക്ക് ചെയ്ത് മുട്ടയെടുക്കാനായി ഗർഭിണികൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പമോ അല്ലാതെയോ ദിവസേന ഗർഭിണികൾ മുട്ട ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ആദ്യ മാസം മുതൽ തന്നെ ഇലക്കറികൾ നല്ലതുപോലെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ആൻറ്റി ഓക്സിഡൻറ്റ്, ഫൈബർ, അയൺ, കാൽസ്യം, മഗ്നീഷ്യം, പൊട്ടാസ്യം എന്നിവ ധാരാളമായി ഇലക്കറികളിൽ അടങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ തലച്ചോറിൻ്റെയും നട്ടലിൻ്റെയും വളർച്ചയ്ക്ക് ആവശ്യമായ ഫോളിക് ആസിഡ് ഇതിൽ ധാരാളം അടങ്ങി. ഗർഭകാലത്തുണ്ടാകുന്ന ഇത്തരം ന്യൂട്രിയൻ ഡെഫിഷ്യൻസിയെ തടയാൻ ഇലക്കറികൾ നമ്മെ സഹായിക്കുന്നുണ്ട്. അവകാഡോസിൽ അടങ്ങിയിരിക്കുന്ന മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ, സ്കിൻ, ടിഷ്യൂ ഡെവലപ്മെൻറ്റിനെ സഹായിക്കുന്നു. വൈറ്റമിൻ കെ, ഇ, സി, പൊട്ടാസ്യം, മഗ്നീഷ്യം, ഫൈബർ, ഫോളേറ്റ്, ബി വൈറ്റമിൻസ് എന്നിവ അടങ്ങിയ ഒരു സൂപ്പർ ഫുഡാണ് അവകാഡോ. അവകാഡോസിൽ അടങ്ങിയിരിക്കുന്ന ഫോളേറ്റ് സ്പൈന ബൈഫിഡ പോലുള്ള ബർത്ത് ഡിഫക്ട്സിനെ തടയാനും അതുപോലെ ബി വൈറ്റമിൻസ് ഗർഭകാലത്തുണ്ടാകുന്ന മോർണിംഗ് സിക്നസിനെ കുറയ്ക്കാനും ഇതിലെ ഫൈബർ ഗർഭിണികളുണ്ടാകുന്ന കോൺസ്റ്റിപ്പേഷനെ പരിഹരിക്കാനും സഹായിക്കുന്നുണ്ട്. കാലുവേദന പരിഹരിക്കാനും സഹായിക്കുന്നുണ്ട്. ഹോൾ ഗ്രെയിൻസ് തവിടോട് കൂടിയ ധാന്യങ്ങൾ കഴിക്കുന്നത് ഗർഭകാലത്തെ ബ്ലഡ് ഷുഗർ ലെവലിനെ നിയന്ത്രിക്കാനും അതുപോലെ ഗർഭകാലത്തുണ്ടാകുന്ന കോൺസ്റ്റിപ്പേഷനെ തടയാനും സഹായിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഓട്ട്മീൽ, കിനോവ, ബ്രൗൺ റൈസ് തുടങ്ങിയവയാണ്. ആറാമത്തെ സൂപ്പർ ഫുഡാണ് നട്ട്സ്. നല്ലൊരു ഹെൽത്തി സ്നാക്ക് ഓപ്ഷനാണ് നട്ട്സ്. ഗർഭകാലത്ത് ഒരു ഹാൻഡ്ഫുൾ എന്ന രീതിയിൽ ഗർഭിണികൾക്ക് ദിവസേന ഉപയോഗിക്കാം. ഇതിലെ ഹെൽത്തി ഫാറ്റായ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും അയൺ, സിങ്ക്, മഗ്നീഷ്യം എന്നിവ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും ബ്ലഡ് ഉണ്ടാകാനും അതുപോലെ മസിൽസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടും ഇവ ഹെൽപ്പ് ചെയ്യും. സാൽമൺ DHA, ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ, ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയ മറ്റൊരു സൂപ്പർ ഫുഡാണ് സാൽമൺ. മറ്റു ഫിഷുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സാൽമണിൽ മെർക്കുറിയുടെ അളവ് വളരെ കുറവാണ്. നന്നായി കുക്ക് ചെയ്ത് മാത്രം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബനാന പൊട്ടാസ്യം, മഗ്നീഷ്യം, ബി വൈറ്റമിൻസ് എന്നിവ ബനാനയിൽ അടങ്ങിയിരിക്കുന്നു. ഇതൊരു നാച്ചുറൽ എനർജി ബൂസ്റ്ററാണ്. GDM-ഉള്ളവരിൽ അതായത് ഷുഗർ ഫ്ലക്ച്വേഷൻ കാണിക്കുന്ന അമ്മമാർ ബനാനയുടെ അളവ് നിയന്ത്രിച്ച് മാത്രം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ലീൻ മീറ്റ് പ്രോട്ടീൻ, സിങ്ക്, അയൺ, ബി വൈറ്റമിൻസ് തുടങ്ങിയവ ബേബിയുടെ മസിൽസിനെ സപ്പോർട്ട് ചെയ്യാനും ഓർഗൻസിനെ ബിൽഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. ഇത് ബേബിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുകയും അതുപോലെ തന്നെ അനീമിയ പ്രിവെൻറ്റ് ചെയ്യാനും ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വൊമിറ്റിംഗ് ടെൻഡൻസി ഉള്ളവരിൽ ഇത് സൂപ്പ് ഫോമിലോ കൺസ്യൂം ചെയ്യാവുന്നതാണ്. ബെറീസ് മദറിൻ്റെയും ബേബിയുടെയും സെല്ലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള മറ്റൊരു സൂപ്പർ ഫുഡാണ് ബെറീസ്. ഇതിലെ വൈറ്റമിൻ സി അയൺ അബ്സോർപ്ഷനെ ഹെൽപ്പ് ചെയ്യുകയും ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതൊരു ഹെൽത്തി സ്വീറ്റ് ഓപ്ഷനായി ബെറീസിനെ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഈ രീതിയിലുള്ള സൂപ്പർ ഫുഡുകൾ നിങ്ങളുടെ ബാലൻസ്ഡ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്താൽ ഗർഭകാലത്തെ കൂടുതൽ ആരോഗ്യകരമാക്കാൻ സാധിക്കും.